ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മനോഹരമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണുവാനാണ്. നമ്മൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ എത്തിയിരിക്കുകയാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി മധുര ധനുഷ്കോടി പാതയിലാണ്. അതായത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്തിനും ഇടുക്കി ജില്ലയിലെ അടിമാലിക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. വലതുവശം വലിയ കൊക്കയും തിക്ക് ഫോറസ്റ്റുമാണ്. തന്നെയുമല്ല, നേര്യമംഗലം കഴിഞ്ഞാൽ തന്നെ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ. അങ്ങനെ ആ തിക്ക് ഫോറസ്റ്റൊക്കെ കണ്ട് നേരെ കയറ്റം കയറി എയർപിൻ വളകൾ കയറിക്കഴിഞ്ഞ് ഞങ്ങൾ ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തെത്തിക്കഴിഞ്ഞു. ഒരുപാട് വലിയ വെള്ളച്ചാട്ടമല്ലെങ്കിലും മഴക്കാലമായി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം വലിയ ഒരു ആകർഷണ കേന്ദ്രമാണ്. വേനൽ കടുക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ വെള്ളച്ചാട്ടം മെല്ലെ മെല്ലെ കുറഞ്ഞ് അതികഠിനമായ വേനലിൽ വറ്റിപ്പോകാറുണ്ട്. എന്നാലും മൂന്നാറിൽ പോകുന്ന സഞ്ചാരികൾക്കൊക്കെ ഈ ഇടുക്കി ജില്ലയിലേക്ക് പോകുന്ന എല്ലാ സഞ്ചാരികൾക്കും വലിയൊരു ഇടത്താവളമായി ഈ ചീയപ്പാറ വെള്ളച്ചാട്ടത്തെ എല്ലാവരും ആസ്വദിക്കാറുണ്ട്. വണ്ടികളൊക്കെ 10-20 കിലോമീറ്റർ നേര്യമംഗലത്തു നിന്നും കയറി വരുമ്പോൾ വണ്ടികളൊക്കെ നിർത്തി ഒന്ന് റെസ്റ്റ് എടുക്കാനും പറ്റുന്ന ഒരു വലിയ പ്രദേശമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. അതിനാൽ തന്നെ സഞ്ചാരികളുടെ നിരന്തരമായ ഒഴുക്കാണ് ഇങ്ങോട്ടേക്ക്. ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ മുകളിൽ വനപ്രദേശത്ത് പ്രധാനപ്പെട്ട കുറച്ച് വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചതുകൊണ്ട് വേനൽക്കാലത്ത് ഇവ വറ്റി വരളാറുണ്ട്. ഇത്തരം വാനരന്മാരുടെ വലിയ ആവാസ മേഖലയാണ് ഈ ചീയപ്പാറ, അതുപോലെ വാളറ പ്രദേശങ്ങളൊക്കെ തന്നെ. ഭാര്യയ്ക്ക് ഇത്തരം വാനരന്മാരെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ആരോ കൊടുത്ത പൈനാപ്പിൾ കഷ്ണവും കഴിച്ചുകൊണ്ടിരിക്കുന്ന വാനരനെ നോക്കി ഭാര്യ ആസ്വദിച്ചിരിക്കുകയാണ്. അതിനുശേഷം ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അത്യുന്നതിയിലേക്ക് എല്ലാവരും നോക്കുന്നു. ഞാനും അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ചാടുന്ന വെള്ളം റോഡിൻ്റെ അടിയിൽ കൂടി, പാലത്തിൻ്റെ അടിയിൽ കൂടി ആ അഗാധമായ തിക്ക് ഫോറസ്റ്റിൻ്റെ അകത്തളങ്ങളിലേക്ക് എവിടേക്കോ ഒഴുകി മറയുന്നു. വിശാലമായ വനങ്ങളും അതുപോലെ പടിഞ്ഞാറൻ കാർമേഘങ്ങൾ തിങ്ങി നിറഞ്ഞ ആകാശവുമൊക്കെ ഇങ്ങനെ നിന്ന് നോക്കി കാണുമ്പോൾ വല്ലാത്ത പ്രപഞ്ചത്തിൻ്റെ ഒരു മാസ്മരികത നമ്മളിൽ എല്ലാവരിലേക്കും ഊളിയിടാറുണ്ട്. ഭാര്യയുടെ മാതാവും ഭാര്യയും കൂടി വെള്ളച്ചാട്ടത്തെ ഫോക്കസ് ചെയ്ത് ഒരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള നിർദ്ദേശം ഞാൻ അപ്പാടെ അനുസരിച്ച് ഞാനും ക്യാമറ കണ്ണിലൂടെ ആ വീഡിയോ ആസ്വദിക്കുകയാണ്. വെള്ളച്ചാട്ടത്തെ അഭിമുഖമായി നിന്ന് ഞാനും ഒരു സെൽഫി എടുക്കാനും മറന്നില്ല. ഇത്തരം മുത്തുകുടകളുമൊക്കെ വർണ്ണാഭമായ കാഴ്ചകളാണ് ഏത് ഡെസ്റ്റിനേഷൻ സെൻറ്ററുകളിലും. നമ്മൾ ഓരോ ടൂറിസം പ്ലേസിൽ ചെല്ലുമ്പോഴും ഇത്തരം കുടകളും അതുപോലെ ഐസ്ക്രീമുകളുമൊക്കെ നമുക്ക് ശരിക്കും ഒരു വലിയ ആസ്വാദികരമായി തോന്നാറുണ്ട്. ടൂറിസ്റ്റുകളുടെ വലിയ വലിയ തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാൻ മത്സരമാണ് എവിടെയും. ഞാനും ഒരുപാട് ആസ്വദിക്കുന്നു പ്രകൃതിയെ. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിൻ്റെ പേര് തന്നെ ഇത്തരം കാഴ്ചകൾ തന്നെയാണ് ഞാൻ ആ പേരിടാൻ തന്നെ കാരണം. പ്രകൃതിയെ എത്രമാത്രം കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. പ്രകൃതിയെ നമ്മൾ എത്ര പഠിച്ചാലും പ്രകൃതിയെക്കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട് എന്നുള്ള തോന്നൽ. അതിനാൽ പ്രകൃതിയെ പഠിക്കുകയും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് ജീവിതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ഒരു യാത്രകളൊക്കെ പോകുന്നത് നല്ലതാണ്. അങ്ങനെ ആ കാഴ്ചകൾ കണ്ട് മടങ്ങാൻ നേരമാണ് മുളയരി പായസം എന്നൊരു ബോർഡ് കണ്ടത്. മുളയരി എന്ന് വെച്ചാൽ ഇല്ലിമുളയിൽ നിന്നുള്ള ഇല്ലി വർഷത്തിലൊരിക്കൽ പൂക്കുകയും അതിൽ നിന്ന് ചാടുന്ന അരി അടിച്ചു വാരിയെടുത്ത് ക്ലിയറാക്കി അത് പായസം വച്ച മുളയരി പായസത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഷോപ്പ് ഇവിടെ കണ്ടു. എന്നാൽ അതും കൂടി ആസ്വദിക്കാമെന്ന് വിചാരിച്ച് 2 ഗ്ലാസ് പായസവും വാങ്ങി 3 ആക്കി കഴിച്ച് ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പര്യവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എല്ലാവരും സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച നിങ്ങൾക്കേവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞ് നിർത്തട്ടെ. എല്ലാവർക്കും ഗുഡ് ബൈ.